Hi friends, welcome back to my channel Beauty Beats. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെർബൽ ഷാംപൂവിന്റെ വീഡിയോ ആണ്. നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെർബൽ ഷാംപൂവിന്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ സ്പെഷ്യലി ഈ വീഡിയോ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആളുടെ പേര് ഞാൻ മറന്നുപോയി, എന്തായാലും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈ ഷാംപൂ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ഉണ്ടാവുന്ന സ്പ്ലിറ്റ് എൻഡ്സ്, ഡാൻഡ്രഫ്, പേൻ ശല്യം, മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സിമ്പിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഈ ഹെർബൽ ഷാമ്പു പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഉണങ്ങിയ നെല്ലിക്കയാണ്. ഞാനിവിടെ ഒരു ഉള്ളം കയ്യിൽ കൊള്ളുന്ന അത്രയും നെല്ലിക്ക മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് എടുത്താൽ മതിയാവും. നമ്മളിവിടെ നെല്ലിക്ക യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മളെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. കൂടാതെ ഇതിലുള്ള വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മളെ ഹെയറിൻ്റെ പ്രിമച്വർ ഗ്രേയിങ്ങിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. കൂടാതെ തന്നെ നമ്മളെ സ്കാൽപ്പിനെ ഡ്രൈ ആവാതെ കീപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശീക്കാക്കായാണ്. ചില ആൾക്കാർ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഒരുപാട് പഴയ കാലം മുതൽക്കേ നമ്മുടെ ഹെർബൽ ഷാംപൂസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനും ഹെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ശീക്കാക്കായ എന്ന് പറയുന്നത്. നമ്മളെ മുടിക്ക് നല്ല ഷൈനിങ് തരാനും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരാനും നാച്ചുറലായിട്ടുള്ള കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ശീക്കാക്കായ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പ് നട്ട്സ് ആണ്. ഇത് നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഒന്നാണ്. ഇതിനൊരു സോപ്പി നേച്ചറാണുള്ളത്. നമ്മൾ ചുമ്മാതെ വെള്ളത്തിൽ ഇങ്ങനെ നനയ്ക്കുകയാണെങ്കിൽ പോലും ഇതിനൊരു സോപ്പി നേച്ചറാണുള്ളത്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഗുണമുള്ള ഒന്നാണ് ഈ സോപ്പ് നട്ട്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫേസ് വാഷസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. കൂടാതെ തന്നെ ഇത് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നല്ല ബൗൺസി ആയിട്ട് വരികയും അതുപോലെ മുടിയുടെ നാച്ചുറൽ കളറൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഇത് നല്ല രീതിയിൽ സഹായിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ കപ്പ് വെള്ളത്തിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഒരു ദിവസം നല്ല രീതിയിൽ രാത്രി ഫുള്ളായിട്ട് അടച്ച് സൂക്ഷിക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള സത്ത് മൊത്തത്തിൽ ഈ വെള്ളത്തിലിപ്പം അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു നെല്ലിക്കയുടെയും ഒക്കെ മണം നമുക്കിതിൽ നിന്ന് സ്മെല്ല് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിൽ എടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. 20 മിനിറ്റിൽ കൂടുതലൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റിൽ തന്നെ ഇത് ആ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ജസ്റ്റ് ചൂടായി ഒന്ന് പതഞ്ഞ് വരും. അത്ര നേരം വരേക്ക് നമ്മളിത് ചൂടാക്കിയാൽ മതിയാവും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തണുത്ത ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള ആ ഒരു നെല്ലിക്കയും സോപ്പ് നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഷാമ്പു മാത്രമായിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത ഷാമ്പു ഒന്നുകിൽ നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ഒരു നോർമൽ വേസ്റ്റ് പഴയ ബോട്ടിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളൊന്നും നമുക്കിത് സൂക്ഷിക്കാൻ പറ്റില്ല. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം വരേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് ഇത് നോർമൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇതൊരു നോർമൽ ടെമ്പറേച്ചർ, ആ കൂളിംഗ് ഒക്കെ ഒന്ന് മാറിയിട്ട് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ ഇതൊന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മുടിയിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ്സിന് ശേഷം നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ, ടേക്ക് കെയർ.